blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരിയായി പ്രവർത്തിച്ച വ്യക്തിക്ക് വേണ്ടി ലോകം എമ്പാടുമുള്ള ദശലക്ഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് മനക്കപ്പടിയിൽ നിന്നും ഷൈൻ വർഗീസിനും ബെന്ന ഷൈനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി നാളെയാണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഷൈനയും ബെന്നയും ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങളാലും നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ സകലവും സ്വർഗത്തിൽ നിന്ന് കർത്താവ് നീ പൊഴിക്കുന്നതിനാൽ നന്ദി. കർത്താവെ, പപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും തൻ്റെ ശരീരത്തിൽ അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Al-Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al-Mulla Plaza Building, Al-Nada. സഹോദരിക്ക് 35 വർഷത്തോളമായിട്ട് കടുത്ത തലവേദന ഉണ്ടായിരുന്നു. ഈ സഹോദരി പറയുന്നത് തലവേദന വന്നു കഴിഞ്ഞാൽ വളരെ ഛർദിയും തനിക്ക് സാധാരണ ചെയ്യുന്ന ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ കടുത്ത തലവേദന തനിക്ക് വന്നിരുന്നു. സഹോദരി പറയുന്നത് സഹോദരിക്ക് കുറേയധികം സാക്ഷ്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണിത്. സഹോദരി വന്ന് 2015 ഒരു ദിവസം TV പ്രോഗ്രാമിലൂടെ സഹോദരി ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇതുപോലെ കടുത്ത തലവേദന വന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്ന സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ സഹോദരി പറഞ്ഞ് സാധാരണ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തണുപ്പ് പോലെയുള്ള അനുഭവം തൻ്റെ ശരീരത്തിൽ വരാറുണ്ട്. അന്നും അതുപോലെ തന്നെ വന്നു. സഹോദരി പറയുന്നത് അതിനുശേഷം തനിക്ക് ഏകദേശം 1 വർഷത്തോളമായി ഇതുവരെ ആ തലവേദന വന്നിട്ടില്ല. കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ സൗഖ്യമാക്കി. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? ഇത് ഒന്നാമത്തെ സാക്ഷ്യം അതാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ സഹോദരിക്ക് ചില നാളുകൾക്ക് മുൻപ് യൂട്രസ് റിമൂവ് ചെയ്തതിനോട് ബന്ധത്തിൽ തനിക്ക് പൈൽസ് എന്ന് പറയുന്ന രോഗം ആരംഭിച്ചു. ഏകദേശം കഴിഞ്ഞ 1 വർഷത്തോളം തനിക്ക് ഈ ഒരു കടുത്ത പൈൽസ് രോഗം ഉണ്ടായിരുന്നു. താൻ പറയുന്നത് താൻ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ആ ഒരു രോഗമുള്ളത് കൊണ്ട്. താൻ ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ക്ഷമ സിസ്റ്ററിങ്ങിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈൽസ് രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരി പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെ കർത്താവ് പരിപൂർണമായിട്ട് ആ രോഗം കർത്താവ് സൗഖ്യമാക്കി. അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത് ഇവർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ സ്ഥിരമായിട്ട് കാണുകയും ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസിന് വരികയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ഇവിടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് വന്ന സമയത്ത് ഈ സഹോദരിയുടെ മകൾ UK പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സഹോദരി പറയുന്നത് അന്നത്തെ ദിവസം ഇവിടെ വന്നിട്ട് ക്ഷമ സിസ്റ്ററിങ്ങിനെ 2015 സംഭവിച്ചത്. ഫെബ്രുവരി മാസത്തിൽ 2015 അവസാന മാസങ്ങളിലാണ്. അപ്പോൾ ക്ഷമ സിസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു. സഹോദരി പറയുന്നത് അത്ഭുതകരമായിട്ട് മകൾക്ക് ആ വിസയുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആയി. താനിപ്പോൾ UK ചെന്ന് ഈ കഴിഞ്ഞ 9-ാം തീയതി താൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. കൈകളടിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? അടുത്തൊരു സാക്ഷ്യം കൂടിയുണ്ട്. സഹോദരിയുടെ ഇനിയുണ്ട് 2 സാക്ഷ്യങ്ങളും കൂടെ ഉണ്ട്. ഇനി ഈ സഹോദരിയുടെ ഭർത്താവിന് ഏകദേശം 9 വർഷങ്ങൾക്ക് മുൻപ് താൻ ഒരു ഫ്രീ ചെക്കപ്പിന് വേണ്ടിയിട്ട് താൻ മണിപ്പാലിലൊരു ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഹാർട്ടിന് സിവിയർ ആയിട്ടുള്ള ബ്ലോക്ക് ഉണ്ട്, ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. താൻ വളരെയധികം തൻ്റെ നില ഗുരുതരമായി. അതിനുശേഷം താൻ വളരെയധികം രോഗത്തിലായി. ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് താൻ മരിക്കുവാനായിട്ടിടയായി. ഈ മകൻ ഈ ചെറുപ്രായത്തിൽ 1-ാം
ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം പിതാവിന് തുടങ്ങിയത്. അന്ന് മുതൽ ഈ മകൻ്റെ പഠന കാര്യങ്ങളും ഇതെല്ലാം അല്പം ബുദ്ധിമുട്ടിലായി. താൻ വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്, പഠിക്കുന്ന കാര്യത്തിൽ വളരെ നല്ലൊരു മകനായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൻ്റെ പഠന കാര്യങ്ങളെല്ലാം ഈ അമ്മ പറയുന്നത് വീട്ടിലെ കാര്യങ്ങളും ഹസ്ബൻഡ് ചെയ്യുന്ന ജോലിയെല്ലാം ചെയ്യുന്നതുകൊണ്ട് തനിക്ക് മകനെ അത്രയധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഫൈനൽ എക്സാം വന്നപ്പോഴത്തേനും ടീച്ചേഴ്സ് പറഞ്ഞു 9ാം ക്ലാസ്സിൽ തീർച്ചയായിട്ടും മകനെ ജയിപ്പിക്കാൻ പറ്റില്ല, ഈ വർഷം തോക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സഹോദരി പറയുന്നത് താൻ അവിടെയും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുമ്പോഴൊക്കെ താൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായിട്ട് ആ മകനെ 10th പാസ് ഔട്ട് ആയി. ഇപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഇതും കൂടിയുള്ളത്, ഈ സഹോദരിയുടെ ഹസ്ബൻഡ് ഏകദേശം 2005 ഇവരുടെ എല്ലാ കാര്യത്തിൻ്റെയും വിൽ എഴുതി വെച്ചിരുന്നു. എഴുതി വെച്ചതിന് ശേഷം ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഇവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് അന്വേഷിച്ചപ്പോൾ ആ ഡോക്യുമെൻ്റ് എവിടെയാണെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവർക്കുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ അലമാരകളിലും പല ആവർത്തി ഇവർ പരിശോധിച്ചിട്ടും അങ്ങനെ ഒരു സാധനം അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവർ അഡ്വക്കേറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഇവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ അഡ്വക്കേറ്റിനോട് ഇങ്ങനെ അത് കിട്ടിയില്ല, അത് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് സഹോദരി പറയും 2005 എഴുതി ഇതെവിടെയോ ഹസ്ബൻഡ് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇവർ പറയുന്നത് ഇവരുടെ വീടിനകത്തുള്ള ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുന്ന ഒരു അലമാര. ഈ അലമാര ഇതിനു മുൻപ് ഇവർ അരിച്ചു പെറുക്കി പല രീതിയിൽ പരിശോധിച്ചാണ്. ഇവർ പറയുന്നത് അന്നത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബ്ലെസ്സിങ് ടുഡേയിൽ വേറൊരു സാക്ഷ്യം ഇവർ കേട്ടു. എനിക്ക് തോന്നുന്നു ഈ ബാംഗ്ലൂർ തന്നെ ഉള്ള ഒരു കുട്ടി പറഞ്ഞതാണോ എന്നറിയില്ല, ഒരു ബാഡ്ജ് നഷ്ടപ്പെട്ടിട്ട് വണ്ടിയുടെ അകത്തുനിന്ന് അത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാക്ഷ്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ഈ സഹോദരിയുടെ ഉള്ളിലും ഭയങ്കര ഒരു വിശ്വാസമായി. സഹോദരി കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. സഹോദരി പറയുന്നത് അഡ്വക്കേറ്റിനോട് പറയാൻ വേണ്ടി പോകുന്നതിന് തൊട്ടു മുൻപ് ഈ അലമാര തുറന്നപ്പോൾ ആരോ കൊണ്ടുവച്ചിരിക്കുന്ന പോലെ ഒരു പുതിയ കവർ, ഒരു പൊടി പോലും പറ്റാത്തൊരു കവർ അവിടെ ഇരിക്കുന്നത് കണ്ടു. സഹോദരി ആ കവറെടുത്ത് തുറന്നപ്പോൾ ഹസ്ബൻഡ് എഴുതി വെച്ച ആ വിൽ അവർക്ക് കിട്ടി. ഒരു വലിയൊരു അത്ഭുതം. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട്, ഇത് നമ്മളിൽ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യം തോന്നില്ല. പക്ഷേ ഹസ്ബൻഡ് മരിച്ചുപോയി, പിന്നീട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിധവയായിട്ടുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്കത് ലഭിച്ചു. ഒരിക്കൽ കൂടെ കൈകളടിച്ച് കർത്താവിനൊന്ന് സ്തുതിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 8ാം അധ്യായം തുറന്നു പിടിക്കുക. 8ാം അധ്യായത്തിൽ യേശു കർത്താവ് ഭൂതബാധിതനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കുന്ന ഒരു കഥയാണ് നമുക്ക് 8ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനൊരു ഭൂതഗ്രസ്തനെ യേശു കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞ ഉടൻ തന്നെ 8ാം അധ്യായത്തിൽ അവിടെയുള്ള ആളുകൾ പലരും യേശുവിന് എതിരായി തീർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ 40ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ അതിനു മുൻപ് ഉണ്ടായിരുന്ന സ്ഥലത്തെ ആളുകൾ യേശുവിനെ തള്ളിക്കളയുകയും യേശുവിനെ വേദനിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് ഗദര എന്നായിരുന്നു. ഗദര എന്ന് പറയുന്ന ദേശത്തിലെ ജനങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നത് ഗലീലക്കാരായിട്ടുള്ള ആളുകൾ യേശുവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ഗലീല ദേശത്തുള്ളവർ യേശുവിനെ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. ആ തള്ളപ്പെട്ടിടുന്ന ആ സ്ഥലത്ത് ഒന്ന് ഓർത്തോക്കെ, എത്ര വലിയ അത്ഭുതമാണ് യേശു കർത്താവ് ചെയ്തത്. ഗദരദേശത്തുള്ള ഒരു ഭൂതഗ്രസ്തനെ യേശു കർത്താവ് സൗഖ്യമാക്കി. പക്ഷെ ആ തള്ളപ്പെട്ടിടത്ത് യേശു കർത്താവ് അവിടം കൊണ്ട് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. അടുത്തൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ യേശുവിന് വലിയ മാനം ലഭിക്കുന്നു, അല്ലെങ്കിൽ വലിയ സ്വാഗതം അവിടെ ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില മേഖലകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തള്ളപ്പെട്ടവരായിരിക്കാം. ചില ഇടങ്ങളിൽ, ചില ബന്ധങ്ങളിൽ, ചില പ്രസ്ഥാനങ്ങളിൽ, ചില ഓഫീസുകളിൽ, ചില ദേശങ്ങളിൽ നമ്മൾ തള്ളപ്പെട്ടവരായിരിക്കാം. അവിടെ നിങ്ങൾക്ക് ഒട്ടുമേ വില ആരും കൽപ്പിക്കുന്നുണ്ടാകുകയില്ല. പക്ഷെ ഓർക്കുക, യേശു ചെയ്ത ഒരു പാഠം അത് നമുക്കും ഒരു പാഠം തന്നെയാണ്. തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് കരുതി നിരാശയിൽ യേശു കർത്താവ് പോയില്ല. അടുത്തതിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ കർത്താവ് യേശുവിനെ മാനിക്കുവാൻ തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കുക, ചിലപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്ന മേഖലയിൽ തന്നെ യേശു കർത്താവ് നമ്മളെ ഉയർത്തിയിരിക്കും. അതേ സ്ഥലത്ത്, അതേ ഓഫീസിൽ, അതേ ദേശത്ത്, അതേ
കാര്യത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തിന്നിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം മറ്റൊരു തരത്തിലാണ്. തള്ളപ്പെട്ടിടത്താകണമെന്നില്ല, മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും നമുക്കുണ്ടായെന്നിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് തുറക്കാത്ത വാതിലോർത്ത് പരാതി പറയണ്ട, പിറുപിറുക്കണ്ട, സങ്കടം പറയണ്ട. കർത്താവ് പുതിയ വലിയ വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ അതാണ് ചെയ്തത്. അതുകൊണ്ട് യേശു കർത്താവ് എന്താണ് ചെയ്തത്? വാതിൽ തുറക്കാത്ത സ്ഥലത്ത് തന്നെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് ഇരുന്നില്ല. പരാതിക്കാരുടെ ഇടയിൽ തന്നെ യേശു കർത്താവ് ഇരുന്നില്ല. തന്നെ വേദനിപ്പിക്കുന്നവരുടെ ഇടയിൽ തന്നെ യേശു കർത്താവ് ഇരുന്നില്ല. അടുത്തൊരു സ്ഥലത്തേക്ക് തൻ്റെ ശുശ്രൂഷ താൻ മാറ്റി. അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടു, അവിടെയുള്ള ജനങ്ങൾ യേശുവിനെ അവർ എന്ത് ചെയ്തു? അവിടെ സ്വീകരിച്ചു. 40-ാമത്തെ വചനം, യേശു തിരിച്ചെത്തിയപ്പോൾ ഒരു ജനസമൂഹം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവരെല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരുന്നപ്പോൾ ബ്രദർ ഡാമിനെയോ അല്ലെങ്കിൽ ഇന്ന് ശുശ്രൂഷിക്കുന്ന ഒരാളെ കാത്താണ് നിങ്ങൾ ഇവിടെ ഇരുന്നത്. ശരിയാണോ ഞാൻ പറയുന്നത്? കാത്താണ് ഇരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളിൽ എത്ര പേർ യേശുവിനെ കാത്തിവിടെ ഇരുന്നു? അവരുടെ കൈകളൊന്ന് കാണട്ടെ. യെസ്, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ അവരുടെ അനുഗ്രഹം വളരെ വലിയ അനുഗ്രഹമാണ്. അതാണ് നമ്മൾ താഴെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ യേശുവിനെ എന്ത് ചെയ്തു? വെൽക്കം ചെയ്തു. യേശുവിനെ കാത്തിരുന്നു. യേശുവിനെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ 2 അത്ഭുതങ്ങളാണ് ഈ 8-ാം അധ്യായത്തിൽ ഇനി അങ്ങോട്ടുള്ള 40 മുതൽ അതിൻ്റെ അവസാനത്തെ ഭാഗം 56 വരെയുള്ള വചനങ്ങളിൽ 2 അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 അത്ഭുതവും നമ്മൾക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള 2 അത്ഭുതങ്ങളാണ്. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2 വ്യക്തികൾക്കുള്ള അത്ഭുതമാണത്. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് അവിടെ വളരെ എന്താ പറയുക, നിരാശാഭരിതനായിരിക്കുന്ന ഒരു ഭരണാധികാരിക്കുണ്ടായിട്ടുള്ള ഒരു അത്ഭുതമാണ്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു സ്ത്രീക്കുണ്ടായിട്ടുള്ള ഒരു അത്ഭുതമാണ്. പ്രത്യാശ നഷ്ടപ്പെട്ട സ്ത്രീക്കുണ്ടായിട്ടുള്ള അത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെയാണ്. എങ്കിലും അതിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് ഇന്ന് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 40 മുതലുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെ 40, 41, 42 ഈ ഭാഗങ്ങളിലേക്ക് നാം വായിക്കുമ്പോൾ അവിടെ ആ നിരാശാഭരിതനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ അത്ഭുതത്തിൻ്റെ ആദ്യ ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിൻ്റെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് 49 മുതൽ 56 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ആ അത്ഭുതത്തിൻ്റെ അവസാനത്തെ ഭാഗം നിൽക്കുന്നത്. ഈ 2 വചനങ്ങളുടെ ആ ഭാഗങ്ങളുടെ ഇടയ്ക്കൊരു ഭാഗം കയറി പിടിച്ചിട്ടുണ്ട്. അതാണ് ഒരു രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയുടെ അത്ഭുതം എന്നുള്ളത്. അല്ലെങ്കിൽ 2 വിശ്വാസ വീരന്മാരുടെ അത്ഭുതത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് എങ്കിൽ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ കഥയാണ് ഇതിനിടയിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അവളുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ ആ വചനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, യേശുവിൻ്റെ അടുക്കൽ ഒരു വലിയ ജനക്കൂട്ടം തിക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സ്ത്രീയും വന്നിട്ട് യേശുവിനെ എന്ത് ചെയ്തു? തൊട്ടു. യേശുവിൻ്റെ എവിടെയാണ് തൊട്ടത്? കയ്യിലാണോ തൊട്ടത്? മുഖത്താണോ തൊട്ടത്? മുടിയിലാണോ തൊട്ടത്? എവിടെയാണ് തൊട്ടത്? യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു. തൊട്ട ഉടനെ യേശു കർത്താവ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഒരു വ്യക്തി എന്നെ തൊട്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഉടനടി ആളുകൾ എല്ലാവരും പറയാൻ തുടങ്ങി, ശിഷ്യന്മാർ പറയാൻ തുടങ്ങി, ഇത്രയും വലിയ തിരക്കിനിടയിൽ ഒരു വ്യക്തി തൊട്ടു എന്ന് പറഞ്ഞാൽ ഗുരു എത്ര വിരോധാഭാസമായ കാര്യമാണ്. എത്രയോ ആളുകൾ തൊട്ടുകൊണ്ടിരിക്കുന്നു, ഇതിൽ ആര് തൊട്ടു എന്ന് എങ്ങനെ തിരിച്ചറിയാനായി സാധിക്കും? അപ്പോൾ യേശു കർത്താവ് പറഞ്ഞില്ല, ഒരു വ്യക്തി എന്നെ തൊട്ടിട്ടുണ്ട്. ഉടനടി ഒരു സ്ത്രീ പേടിച്ച് വിറങ്ങലിച്ച് ഭയപ്പാടോടുകൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരു ഞാനാണ് തൊട്ടത്. തൊട്ടതിൻ്റെ കാരണം കൂടി അവരങ്ങൾ വെളിപ്പെടുത്തി. എന്തിനാണ് അവൾ തൊട്ടത്, തൊട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം അവൾ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആ സ്ത്രീ ആരായിരുന്നു? സത്യത്തിൽ തൻ്റെ
പണം മുഴുവൻ കൊണ്ട് വൈദ്യന്മാർക്ക് കൊടുത്ത് രക്തസ്രാവത്തിന് വേണ്ടിയിട്ട്, ബ്ലീഡിങ് ഇഷ്യൂവിന് വേണ്ടിയിട്ട് പണം മുഴുവൻ ചിലവഴിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു രക്തസ്രാവക്കാരിയായ സ്ത്രീ. അവളുടെ പേര് ബൈബിളിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ നിരാശയിലായിരുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാ പ്രത്യാശയും നഷ്ടമായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു രോഗത്തിലൂടെ പോകുന്ന സ്ത്രീ എന്നുള്ളത് അവൾ അശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഇത്തരം സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നവർ കൂടെ എന്ത് ചെയ്യും? അശുദ്ധരാകും. അതുകൊണ്ട് ഇത്തരം സ്ത്രീകളെ പൊതുവെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലേവ്യ പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ, ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതിൻ്റെ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം പ്രശ്നമുള്ള സ്ത്രീകളെ സാധാരണ രീതിയിൽ ഉപേക്ഷിക്കുക പോലും ചെയ്യുമായിരുന്നു. ഒരു പക്ഷേ സ്വന്തം ഭർത്താവ് പോലും ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സ്ത്രീ ആയിരിക്കാം ഈ സ്ത്രീ എന്നുള്ളത്. അത്രത്തോളം, അതായത് ഒരു മെഡിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു ശാരീരിക രോഗത്തിൻ്റെ പേരിൽ കുടുംബ ജീവിതം പോലും നഷ്ടമാക്കപ്പെടേണ്ടി വന്ന ഒരു എന്താ പറയുക, ഒരു ഏകയായ ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അത്രത്തോളം വേദനയിലൂടെ പ്രത്യാശയില്ലാതെ കടന്നു പോകുന്ന ഒരു സ്ത്രീ. ഇത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ഇതുപോലത്തെ ഒരു പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ മറ്റേതെങ്കിലും പ്രശ്നത്താൽ ഇതുപോലെ ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീയെ തൊടുവാനായി അനുവദിച്ച യേശു കർത്താവ് ഇന്ന് അവനെ വിശ്വാസത്തോടെ തൊടുന്നവർക്ക് അതേ വിടുതൽ നൽകുവാനായി പോകുകയാണ്. ആ സ്ത്രീയുടെ വിശ്വാസം എത്ര വലിയ വിശ്വാസമായിരുന്നു! എനിക്ക് അത്ഭുതം കിട്ടും, എനിക്ക് വിടുതൽ കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു വിശ്വാസം. പലപ്പോഴും നാം വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തവരാണ്. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ. സൂര്യനെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ശരിക്കുമുള്ള സൂര്യനെ ഇല്ല. സൂര്യൻ ഇന്ന സ്ഥലത്ത് മറയുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കുമെന്നും പ്രകാശം വരുമെന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. ഭൂമി കറങ്ങുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. കാണാതെ നാം പലതും എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. എൻ്റെ മകളുടെ വിവാഹപ്രായമായി അവൾക്ക് വേണ്ടിയിട്ട് ഒരു വരൻ ഒരുങ്ങി വരും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? വിശ്വസിക്കുകയാണ്. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന് കാണാതെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ഈ സ്ത്രീ കാണാതെ അത് അന്ന് ആ നിമിഷം വരെ അവൾക്ക് അസുഖമുണ്ട്, പക്ഷെ അവൾ കാണാതെ യേശുവിൻ്റെ കാര്യത്തിൽ ഒരത്ഭുതം എനിക്ക് സംഭവിക്കും എന്നവൾ വിശ്വസിച്ചു കൊണ്ടിരുന്നു. എന്താ സംഭവിച്ചു? അതുകൊണ്ട് 47-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്ന യേശു ചോദിക്കുക, എന്നെ ആരാണ് തൊട്ടത്? എന്നെ ആരാണ് തൊട്ടത്? ഒരു കാര്യം തിരിച്ചറിയണം, അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ യേശുവിനെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ഒരു ദിവസം തിരിച്ചറിയപ്പെടും, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസത്തോടെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം നടപ്പായി കഴിയുമ്പോൾ മറ്റുള്ളവരത് തിരിച്ചറിയാനായി തുടങ്ങുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ ആ കാര്യം മനസ്സിലാക്കുന്നതിന് മുൻപ് ആദ്യമുണ്ടാകേണ്ട ഘടകം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ആ കാര്യം നടക്കും എന്ന് ദൈവത്തിലുള്ള വിശ്വാസമാണ്. അത് നാം വിശ്വസിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് ആ കാര്യം നടപ്പാക്കപ്പെട്ടത് പിന്നീട് അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശുവിനെ തൊട്ട് ഒരു അത്ഭുതം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്കാലവും നമുക്കത് ഒളിച്ചു വെക്കാൻ സാധ്യമല്ല. ആ സ്ത്രീ ഒളിച്ചു വെച്ചിട്ട് അങ്ങ് പോകാമെന്ന് കരുതി. പക്ഷെ യേശു പറഞ്ഞു, ഇല്ലില്ലില്ല, ആരോ എന്നെ തൊട്ടു, ആരാണത് എന്ന് യേശു കർത്താവ് ചോദിച്ചു. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, യേശുവിൽ നിന്ന് ഒരു അത്ഭുതം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒളിച്ചു വെക്കുന്നതിനേക്കാൾ അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രസ്താവിക്കുന്നത്, കേൾക്കുന്നതാണ് യേശു കർത്താവിന് ഇഷ്ടം. ഹല്ലേലൂയ. യേശുവിൻ്റെ പ്രവർത്തികളെ നാം ഒരിക്കലും ഒളിപ്പിച്ചു വെക്കരുത്.
എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? യേശു കർത്താവ് ചെയ്ത ഒരു അത്ഭുതത്തെ ഒളിപ്പിക്കരുത്. അവൻ ചെയ്ത നന്മകളെ ഒരിക്കലും ഒളിപ്പിച്ചു വെക്കരുത്. അവൾ എന്താ ചെയ്ത്? അവളെ യേശു കർത്താവ് എന്ത് ചെയ്തു? പബ്ലിക്കായി നിർത്തിയിട്ട്, പരസ്യമായി നിർത്തിയിട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഉടനടി ഇവിടെ ടെസ്റ്റിമണിയൊക്കെ പറയാൻ നേരത്തെ ആളുകൾ വരുന്നത് പോലെ ഉടനടി അവൾ ഞാനിങ്ങനെ വന്നപ്പോൾ ഇത്ര വർഷമായിട്ട് ഇന്ന അസുഖമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങേ തൊട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് മാറി. മനസ്സിലായോ? അതുപോലെ തന്നെ അവൾ നിന്നിട്ട് സാക്ഷ്യം പറയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം പബ്ലിക്കായിട്ടൊരു കൺഫെഷൻ അഥവാ പൊതുവിലുള്ള അല്ലെങ്കിൽ പരസ്യമായ ഒരു ഏറ്റുപറച്ചിൽ വരെ അവൾ അവിടെ നടത്തിക്കളഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഇതാണ്: യേശുവിനെ ഞാൻ ആരാധിക്കുന്നു, യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ ആരും തന്നെ ലജ്ജയുള്ളവരായിരിക്കരുത്. ഒരിക്കൽ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? അങ്ങനെ സംഭവിച്ചപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? അവൾക്ക് എന്ത് ചെയ്തു? പ്രതിഫലമായിട്ട് അവൾക്ക് കൊടുത്ത ചില പ്രതിഫലമുണ്ട്. അവിടെ വെള്ളിയോ പൊന്നോ അങ്ങനെയൊന്നുമല്ല അവിടെ പ്രതിഫലം കൊടുത്തത്. അവൾ വിറച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ നിന്നപ്പോൾ 48 വചനത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അവളോട്, മകളെ, നിന്റെ വിശ്വാസം. യേശു ആകെ ഒരു സ്ത്രീയെ മകളെ എന്ന് വിളിച്ചിട്ടുള്ളൂ. ബാക്കി ഓരോ പ്രാവശ്യവും നാം ബൈബിളിൽ നോക്കുമ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സ്ത്രീയെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലല്ലോ, എങ്കിൽ ഞാനും നിന്നെ എന്ത് ചെയ്യുന്നില്ല? വിധിക്കുന്നില്ല. മനസ്സിലായോ? സ്ത്രീയെ, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. മനസ്സിലായോ? പിന്നെ മറിയയാണെങ്കിൽ മറിയയെ എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. യേശു കർത്താവ് മോളെ, മകളെ എന്ന് വിളിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്നുള്ളത്. എത്ര സന്തോഷപ്രദമായ കാര്യമാണിതല്ലേ? അതിൻ്റെ അർത്ഥം ഇതാണ്: അന്നത്തെ ആ യേശുവിനെ തൊട്ട ആ ഒരു സ്പർശനത്തിൽ, ആ ഒരു വിടുതലിൽ അവൾ മകളെ എന്ന് വിളിച്ചെങ്കിൽ അവൾ ദൈവത്തിൻ്റെ പുത്രിയാണ് എന്നുള്ളത് യേശു കർത്താവ് അവിടെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കുന്നു, എന്നെ വിടുവിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങൾ പ്രസ്താവിക്കുമ്പോൾ, യേശു ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് മറ്റുള്ളവരുടെ മുൻപിൽ പരസ്യമായി നിങ്ങളെ മകനാക്കി തീർക്കുക എന്നുള്ള കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു കർത്താവ് ചെയ്ത ഒരു വലിയ പ്രതിഫലം എന്ന് വേണമെങ്കിൽ പറയാം. അവളെ മകളാക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ വിശ്വാസത്തിൻ്റെ വിലയായിട്ട് അവളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അവളുടെ വിശ്വാസത്തിൻ്റെ വില എന്തായിരുന്നു? അവളുടെ രക്തസ്രവം മാറിയതായിരുന്നു അവളുടെ വിശ്വാസത്തിൻ്റെ വില. ഓരോ വ്യക്തികളിലും വിശ്വാസത്തിൻ്റെ വിലയ്ക്ക് ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതായത് നമ്മുടെ പ്രശ്നം എത്ര വലുതാണോ, ഏത് പ്രശ്നത്തിൻ്റെ പരിഹാരമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വിലയിരിക്കുന്നത്. നോക്കുക, ഒരു സ്ത്രീ യേശുവിനെ തൊട്ടപ്പോൾ അവൾക്ക് കിട്ടിയത് വിടുതലും കിട്ടി, പിന്നെ യേശുവിൻ്റെ ദൈവത്തിൻ്റെ മകളായി മാറുവാനുള്ള ഒരു മഹാഭാഗ്യവും കൂടി. എത്ര പേർ ചേർന്ന് ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറയാം? Al-Nada Blessing Festival, April 15th, 2016, Friday. Time 5 p.m. to 7 p.m. Hall number 7, first floor, near Al-Mulla Plaza Building, Al-Nada. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് രോഗസൗഖ്യം നൽകുന്നവനാണ്, വിടുതൽ നൽകുന്നവനാണ്. ഇപ്പോൾ തന്നെ അങ്ങ് കൈനീട്ടി അനേകർക്ക് വിടുതൽ കർത്താവ് കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കിഡ്നികൾക്ക് തകരാറുള്ള പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കിഡ്നികളെ ബാധിച്ചിരിക്കുന്ന വിവിധ രോഗങ്ങൾ, ഫങ്ഷൻ ചെയ്യാത്തതോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ, കിഡ്നിക്കകത്തുള്ള സിസ്റ്റുകളോ ഗ്രോത്തുകളോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ജീസസ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. എന്നാൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ്, എന്തൊക്കെയോ സങ്കീർണതകൾ പ്രഗ്നൻസി പീരീഡിലുണ്ട്. യേശു കർത്താവിൻ്റെ നാമത്തിൽ
ഒരു വലിയ വിടുതൽ കർത്താവേ നീ കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. അപസ്മാര രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പലർക്കുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ ശൂന്യതകളെ മാറ്റി കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസ്മ രോഗം സൗഖ്യമാകട്ടെ, അതുപോലെ അസിഡിറ്റി സൗഖ്യമാകട്ടെ, അൾസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഷുഗർ പ്രോബ്ലം മൂലം ശരീരത്തിൽ വിവിധ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം ആ സൗഖ്യം നടക്കട്ടെ, നടക്കട്ടെ, നടക്കട്ടെ. താങ്ക് യു ഫാദർ. ദൈവികമായ വിടുതലുകൾ എല്ലാവരുടെ മേലും കർത്താവ് നീ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ആ വിടുതൽ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ ഇപ്പോൾ തന്നെ കർത്താവ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ മേൽ കർത്താവെ ഒരു വിടുതൽ കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് അൽ നാദയിലാണ്. TV സ്ക്രീനിൽ നോക്കി ദയവായി വരിക. ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ വന്ന് തുടർച്ചയായി കൂട്ടായ്മകളിൽ സംബന്ധിക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയിലുള്ള പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. ധാരാളമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.